ഓം അഗത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. അശ്രദ്ധമായി ആഹാരം ഉണ്ടാക്കുന്ന വീടുകളിൽ കലഹം കൂടും എന്ന് പറയുവാൻ കാരണം എന്താണ്? ഇത് നമുക്ക് അസ്ട്രോളജിക്കലി ഒന്ന് ഡീകോഡ് ചെയ്യാം. ഇവിടെ ആഹാരം എന്നതിനുള്ള കാരകത്വം നമുക്ക് നോക്കാം. ആഹാരം എന്നതിന് ഗ്രഹകാരകത്വം വരുന്നത് ചന്ദ്രനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഓരോരോ ആഹാരത്തിനും ഓരോരോ കാരകത്വം ഉണ്ടല്ലോ. ഉദാഹരണം, നോൺ വെജ് ആയിട്ടുള്ള ആഹാരങ്ങൾക്ക് രാഹുവിന്റെ കാരകത്വം ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. പച്ചക്കറിക്ക് ബുധന്റെ കാരകത്വം, പഴങ്ങൾക്ക് വ്യാഴത്തിന്റെ കാരകത്വം, ഇത് ചോദിക്കും. പക്ഷെ കുക്ക് ചെയ്യുന്ന ആഹാരം, ജലത്തിൽ കുക്ക് ചെയ്യുന്ന ആഹാരം, കോമൺ ആയിട്ട് ആഹാരം എന്നുള്ളതിന്റെ മൊത്തം കാരകത്വം ചന്ദ്രനാണ്. കാരണം ആഹാരം കഴിച്ചാണ് ശരീരം ഉണ്ടാകുന്നത്. അന്നേന ശരീരം. അപ്പോൾ ആഹാരം കഴിച്ചാണ് ശരീരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആഹാരത്തിന്റെ കാരകത്വം ചന്ദ്രനാണ്. അപ്പോൾ ആഹാരം ഉണ്ടാക്കുന്ന ആൾ, സ്വാഭാവികമായിട്ട് കുക്ക് ചെയ്തുണ്ടാക്കുന്ന ആൾക്ക് ചന്ദ്രന്റെ കാരകത്വം, അതും അല്ലെങ്കിൽ ചൊവ്വയുടെ കാരകത്വം ഒക്കെ വരും. ചുരുക്കി പറഞ്ഞ ചന്ദ്രന്റെ കാരകത്വം ഒരു ആഹാരം ഉണ്ടാക്കുന്ന ആൾക്കും വരും. വീടുകളിൽ സാധാരണ ആഹാരം ഉണ്ടാക്കുന്നത് സ്ത്രീകളാണ്. ചന്ദ്രന്റെ കാരകത്വം വരുന്നത്. സ്ത്രീക്ക് ചന്ദ്രന്റെ കാരകത്വം ആണല്ലോ. അമ്മ ആഹാരം ഉണ്ടാക്കിയാലും അമ്മയ്ക്കും ചന്ദ്രന്റെ കാരകത്വം ആണല്ലോ. ഇവിടെ മനസ്സ് എന്നതും മാതാവ് എന്നതും ചന്ദ്രനാണെന്ന് ഓർക്കണം. മനു മാതരോ ശീതരശ്മിർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഗ്രഹചേർക്കൈ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ നമ്മൾ നോക്കുമ്പോൾ, ഗ്രഹങ്ങളുടെ ഗ്രഹയോഗം നോക്കുമ്പോൾ, കുക്കി ചെയ്യുന്ന സമയത്ത് ഉള്ള ആളിന്റെ മനസ്ഥിതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള ആളുടെ മെന്റാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ കുക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി ആ കുക്ക് ചെയ്യുന്ന സാധനത്തില്, എന്ത് വസ്തു ആയിക്കോട്ടെ, കുക്ക് ചെയ്യുന്ന ചോറ് ഉണ്ടാക്കുന്നെങ്കിൽ ആ ചോറിൽ, ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഉപ്പുമാവിൽ, കടലക്കറി ഉണ്ടാക്കുന്ന അതിൽ പരിപൂർണമായിട്ടുള്ള ശ്രദ്ധയോട് കൂടിയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ചന്ദ്രന്റെ കാരകത്വം പൂർണ്ണത വരും. കാരണം ഇതിലാണ് ശ്രദ്ധിക്കുന്ന. എന്തിലാ ശ്രദ്ധിക്കുന്ന? ചന്ദ്രനിൽ തന്നെയാണ്. അപ്പോൾ പൂർണ്ണത വരും. എത്രത്തോളം ചന്ദ്രനിൽ ശ്രദ്ധിക്കുന്നുവോ, കോൺസെൻട്രേഷൻ കൂടുന്നതോടുകൂടി ചന്ദ്രന്റെ ബലം കണക്കാക്കുന്ന പക്ഷബലം വളർപിറ ചന്ദ്രന് ബലം കൂടും. പഞ്ചമയാദി പൗർണമി അന്തം വരെ പക്ഷബലം കൂടുന്നു പറയുന്ന മാതിരി കോൺസെൻട്രേഷൻ കൂടെയാണ് ചന്ദ്രന്റെ ബലം കൂടുന്നത് മാതിരി പൂർണ്ണത കൈവരും ശ്രദ്ധയോടുകൂടി. അശ്രദ്ധ വന്നാലും പ്രശ്നമല്ല. അശ്രദ്ധ വരുമ്പോൾ ചന്ദ്രന്റെ ബലം കൂടും, ആഹാരത്തിന്റെ ക്വാളിറ്റി കുറയും. പക്ഷെ കലഹം വരാന്ന് പറഞ്ഞാല് കുജന്റെ കാരകത്വം ഉള്ള ഒരു സമയത്ത്, ചന്ദ്രൻ തന്നെയാണ്, അമ്മ അല്ലെങ്കിൽ വീട്ടുകാരാണ്, സ്ത്രീകളാണ് കുക്ക് ചെയ്യുന്നെങ്കിലും അവർക്ക് ആ സമയത്ത് മനസ്സിൽ കുജന്റെ കാരകത്വം കോപം, വെറുപ്പ്, ദേഷ്യം, പക, ഈ തരത്തിലുള്ള ചിന്താഗതിയോട് കൂടിയാണ് അതുണ്ടാക്കുന്നത്. വളരെ ടെൻസ്ഡ് ആയിട്ടാണ് അത് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിക്കുന്ന ആൾക്കും ടെൻഷനും കോപവും വെറുപ്പും ദേഷ്യവും പകയും ഉണ്ടായേക്കാം എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഈ ആസ്പെക്ട് തന്നെ എടുത്തു കഴിഞ്ഞാല് പാരാസൈക്കോളജിയിൽ പറയുന്നുണ്ട്. ചില സൈക്കോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ബുക്കുകളിലും പറയുന്നുണ്ട്. പല സ്റ്റഡികളും നടന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ആള് ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് സൈക്കോളജി കൗൺസിലിംഗ് കൊടുത്ത സമയത്ത് അയാൾ പറയുകയുണ്ടായി, എനിക്ക് വീട്ടിൽ ചെന്ന വഴി തന്നെ അമ്മയെ കൊല്ലണം എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവുന്നു. കൗൺസിലറോട് പറയുണ്ടായി. കൗൺസിലർ
ആ കാര്യങ്ങൾ നല്ലവണ്ണം വീക്ഷിച്ചതിന് ശേഷം ഇത് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. കാരണം അയാളുടെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കുമ്പോഴും അങ്ങനെയുള്ളൊരു ചിന്തയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കുക്ക് ചെയ്യുന്ന ആള് നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് ജയിലിലായിട്ടുള്ളത് അമ്മയെ ക്രൂരമായി കൊന്നതിന് ശേഷമാണ്. അപ്പൊ ഇയാൾക്ക് ചെറുപ്പം മുതൽ അമ്മയുടെ പ്രവൃത്തിയിലൊക്കെ പാക്കി കണ്ടിട്ട് അമ്മയെ കൊന്നിട്ടാണ് ഇയാള് അകത്തെടുക്കുന്നത്. അയാളാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തും ഇയാളുടെ ചിന്തകൾ ബാധിക്കുന്നു എന്നാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയുടെ ഇത് പറഞ്ഞത്. ഇങ്ങനെ ഒട്ടനവധി സ്റ്റഡികൾ നടന്നിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്യുന്ന സമയത്ത് രാഹുവിന്റെ കാരകത്വമാണെങ്കിലോ അസൂയ, കുശുമ്പ്, കാപട്യം, മറ്റുള്ളവരോടുള്ള വെറുപ്പ്, മറ്റുള്ളവരെ വളരുന്ന കണ്ടുള്ള വെറുപ്പ്, മറ്റുള്ളവരെ പറ്റിക്കാനുള്ള മനസ്ഥിതി, പിന്നെ അമിതമായിട്ടുള്ള ആസക്തികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് കൂടിയാണ് ഒരാൾ കുക്ക് ചെയ്യണം. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, വീട്ടിലുള്ള ആരാണെങ്കിലും. ഞാൻ സീരിയലിന്റെ കേസ് പറഞ്ഞേ, ഇനി സീരിയലിലോ ഏതെങ്കിലും കഥാപാത്രങ്ങളുടെ ഇന്റൻസീവ് ആയിട്ടുള്ള നിമിഷങ്ങൾ ഓർത്താണ് കുക്ക് ചെയ്യണമെങ്കിൽ ഈ ഉണ്ടാക്കുന്ന ആഹാരത്തിലും ഈ തോട്ട് കലർന്നു വരുമെന്നാണ് ജ്യോതിഷന്മാരുടെ വിശ്വാസം. എല്ലാവരുടെ അല്ലട്ടാ, കുറച്ചൊരു പ്രത്യേക രീതിയിൽ ജ്യോതിഷം എടുക്കുന്നത്. അത് ഇനി അത്തരത്തിലുള്ള ഉദാഹരണമാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ഇത് ഉണ്ടാക്കി കഴിക്കുന്നവർക്കും മറ്റുള്ളവരുടെ അസൂയയും കുശുമ്പും പറ്റിക്കാനുള്ളതും ആസക്തികളൊക്കെ കൂടും എന്നാ പറഞ്ഞത്. അപ്പോ ഇത്തരത്തില് കുക്ക് ചെയ്യുന്ന ആളുടെ മെന്റാലിറ്റി ബാധിക്കുമെന്ന് അന്നേ മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴാണെങ്കിലും ആ ശ്രദ്ധയോടുകൂടി, അശ്രദ്ധയല്ല, ആ ശ്രദ്ധ, വളരെ ശ്രദ്ധയോടുകൂടി കുക്ക് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ വളരെ ശ്രദ്ധിച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ ആഹാരം വളരെ രുചികരമാവുന്നു മാത്രമല്ല, അത് കഴിക്കുന്ന ആളുകളുടെ മനസ്സും വളരെ അധികം നിറയുകയും പ്യൂറായിരിക്കുകയും ചെയ്യും എന്നുകൂടി പറഞ്ഞിട്ട് ഈ ക്ലാസ് നിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അലസമായി കുക്ക് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിൻ്റെ വേറൊരു ആംഗിളുമായിട്ട് കാണുകയും അതിനുള്ള പരിഹാരം പറയുകയും ചെയ്യാം. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അനന്തീശ്വരായ.